കൊച്ചേ ഓടല്ലേ അവിടെ അങ്ങനെ പോയി പോ. ചിന്നുവേ എന്തോ മോളെ അവിടുന്ന് തന്നെ പിന്നെ ശ്രീകുട്ടൻ വിളിച്ചായിരുന്നു. എന്തോത്തിനാ നീ ചെല്ലുന്ന നീ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പിന്നെ അവരുടെ അമ്മയ്ക്കും അവനും ഒക്കെ ഭയങ്കര സങ്കടം. തന്നെയല്ല കൊച്ചിവിടെ വിഷമിച്ചിരിക്കുക. അവൾക്ക് അവിടെ പപ്പായെ കാണുമെന്ന് പറഞ്ഞ് നീ എന്ത് കാരണം കൊണ്ടാ എത്ര പെട്ടെന്ന് പിണങ്ങി വന്നേ? അത് അമ്മമ്മോനോട് ചോദിച്ചാൽ മതി. എന്തോ പറഞ്ഞാലും അങ്ങേർക്ക് അമ്മ മതി. അമ്മയുടെ കയ്യിലെ പൈസ കൊടുക്കൂ, അമ്മയുടെ അടുത്തേ മിണ്ടത്തുള്ളൂ, അമ്മയുടെ അടുത്തേ സംസാരിക്കത്തുള്ളൂ, പുറത്ത് പോയാലും അമ്മയെ കൂട്ടിക്കൊണ്ടേ പോകത്തുള്ളൂ. എല്ലാത്തിനും അമ്മയുടെ സാരത്തുമ്പിലാ മോൻ. അതൊന്നും എനിക്ക് പകവച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. അവരുടെ മോനല്ലേ മോളെ? മോനാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം എന്നോടൊന്ന് പറയണ്ടേ? അറ്റ്ലീസ്റ്റ് ഒരു മുട്ടായെങ്കിലും മെഡിസിൻ്റെ കൈ കൊടുത്തരണ്ടേ? അതൊക്കെ തരണം, അതൊക്കെ ന്യായമായ കാര്യമോ? ഇനെന്ത് പറഞ്ഞാലും അമ്മ എനിക്കൊരു 10 രൂപയുടെ ആവശ്യമുണ്ട്. ശരി, എനിക്കിപ്പോൾ ജോലിയില്ല. ഞാനിപ്പോൾ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയി. എനിക്കൊരു ജോലി ഞാൻ ആക്കിയിട്ടുണ്ട്. എനിക്കിനി 10 രൂപ അങ്ങേറെ മുന്നിൽ പോയി കഴിച്ചാൽ വയ്യ. അമ്മയൊന്ന് ആലോചിക്കണം. ഞാൻ എന്തെങ്കിലും ഒരു ജോലിയുടെ കാര്യത്തിൻ്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഉടനെ, അല്ലെന്നുണ്ടെങ്കിൽ അതിന് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. എന്നാൽ ഞാൻ ജോലിക്ക് പോകുന്നില്ല. ഒരു 10 രൂപയുടെ ആവശ്യം വരുവാണെങ്കിൽ ഞാൻ ചെന്ന് ചോദിക്കുക, ചേട്ടാ എനിക്ക് ഇത് മേടിക്കണം, ഒരു 10 രൂപ തരാമോ? 100 കൂട്ടം ക്വസ്റ്റ്യൻ എല്ലാം പോട്ടെ. എന്നാൽ നിന്റെ കയ്യിൽ എടുക്കാൻ 10 രൂപ ഉണ്ടോ? അതുമില്ല. എൻ്റെ അടുത്ത് പറയുന്നത് അമ്മയുടെ അടുത്ത് പോയി ചോദിക്കാനാ. അവിടെ ചെല്ലുമ്പോൾ കണക്ക് വേറെ. എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൊച്ചിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോകുന്നത്. കണക്ക് പറഞ്ഞ് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ വാങ്ങാം. കുഞ്ഞൊക്കെ ആയില്ലയോ? എന്തായാലും പഴയ വൈകിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് സംസാരിക്കാം. ഞാൻ കൊച്ചിനോടൊന്ന് സംസാരിക്കട്ടെ. അവളിപ്പോ പറയും അവിടെ എന്നെ മോൾ അവളൊന്നും വിട്ടു പറയത്തില്ല. എന്നാ അമ്മ മോടടുത്ത് സംസാരിക്കേ. അല്ലെങ്കിൽ അമ്മമാർക്കും അച്ഛന്മാർക്കും ഉള്ള അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യ്. അത് ഈ സംഭവം ഒന്നും ചെറുക്കന്റെ അവിടെ പ്രശ്നം അമ്മോ പറയൂടി. ഒരു കാര്യമില്ല. ഞാൻ പോയി ഡ്രസ്സ് മാറട്ടെ. പിന്നെ അമ്മുകുട്ടി, എന്താ അമ്മുകുട്ടിയോടെ പ്രശ്നം? അമ്മമ്മേ, അമ്മ ഭയങ്കര പ്രശ്നക്കാരിയാ. ആണോ? ആ, അവരെപ്പോഴും അങ്ങ് വരക്ക, ചുമ്മാ അടി കൂടും. അച്ഛനൊരു സമാധാനവും കൊടുക്കത്തില്ല. എൻ്റെ റൗഡിയാ, ഭയങ്കര വരക്ക. ആ, അമ്മമ്മയോന്നൊക്കെ പറയും. അച്ഛമ്മ ഒരുപാട് ഉപദ്രവിക്കും. ഒന്നും കൊടുക്കത്തില്ല. കാശിനൊന്നും അല്ല അടി ഉണ്ടാക്കിയേ. പിന്നെ കുറച്ച് മാവ് കൂടുതലെടുത്തേനാ. ഒന്നും ഏൽപ്പിക്കത്തില്ല. ഫ്രിഡ്ജും എല്ലാം പൊട്ടിയങ്ങ് വെക്കും. ഞാൻ പൊട്ട് പറയുന്നു പറഞ്ഞ് എൻ്റെ വായ എപ്പോഴും പൊത്തിയാ നടപ്പ്. ഭയങ്കര സാധനം. അമ്മമ്മ പറഞ്ഞെന്ന് പറയല്ലേ, എന്നെ ഇവിടെ എവിടെയെങ്കിലും എറിഞ്ഞു കൊല്ലും. ഭയങ്കരയാ. ഉണ്ടാക്കി തരുമോ? ഇല്ല, എന്നെ നോക്കുന്ന അച്ഛമ്മയും അച്ഛനും കൂടെ. എണ്ണീച്ച് വരുമ്പോൾ 9 ആവുമല്ലോ. അപ്പോഴത്തേന് എൻ്റെ സ്കൂൾ ബസ് വരും, ഞാൻ പോവും. ഞാനങ്ങനെ കാണാറില്ല. ഞാൻ തിന്നും. മോന്റെ അമ്മ എന്തോ ചെയ്യും? എനിക്കറിയത്തില്ല. അപ്പൊ കാണത്തില്ലേ മോന്? ഇല്ല, അയ്യോ, ചിലപ്പോ കാണും. അങ്ങനെ ആയാലെങ്ങനെ? മോനെ കുളിപ്പിക്കുന്ന ആരാ? അച്ഛമ്മേ. ആണോ? ആ, ചോദിച്ചു വിളമ്പി തരുന്നയോ? ഒക്കെ എൻ്റെ ബാഗിലാക്കി അച്ഛമ്മ സൂളിച്ച് കഴിഞ്ഞാൽ അതിനകത്താക്കി വെക്കും. മക്കളെ വൈകിട്ട് മോണ്ട് വരുമ്പം അച്ഛമ്മ പിടിച്ചിറക്കും വണ്ടിന്ന്. എന്നിട്ട് പെരക്കകത്തോണ്ടിട്ട് ചോറൊക്കെ തരുമോ? തരും. അയ്യോ, അങ്ങനാണെങ്കിൽ പ്രശ്നമാണല്ലോ മക്കളെ. അല്ലേ പ്രശ്നമാ. ഈ അമ്മച്ചി എപ്പോഴും ഇത് എവിടെ ഒത്തിരി കുറെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ? പെണ്ണ് നോണക്കൊക്കെ ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം. ഞാൻ തിന്നാൻ കൊടുക്കത്തില്ല, തീറ്റ കൊടുക്കത്തില്ല എന്നൊക്കെ ആയിരിക്കുമല്ലോ പറയുന്നത്. ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്താ നീ പറഞ്ഞേ? ചോദിച്ചതിന്റെ മറുപടി ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചോദിക്കുന്നതിന്റെ മറുപടി പറഞ്ഞെന്നല്ല, തർക്കുത്തരം എന്റെ അടുത്ത് പറയരുത്. സ്വയം നന്നാവും. ഇതിനെയൊക്കെ കൊണ്ട് എന്തോത്തിനാണോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്? എന്നെ അച്ഛമ്മയല്ലേ നോക്കുന്ന, അമ്മയല്ലോ. ഞാൻ നിന്നെ നോക്കത്തേ ഇല്ല. അമ്മയോട് പറഞ്ഞില്ല വഴക്ക് കൂടാതെ ഗൾഫിലെങ്ങാനും പോയി. ആര്? ഞാൻ ഗൾഫിൽ കയറി പോവാനാ? സമാനം കിട്ടുമല്ലോ. സമാനം അച്ഛനെ ഞാൻ വേറെ കെട്ടിക്കും. പിന്നെ മേടിക്കും നീ എൻ്റെ കയ്യിൽ നിന്ന്. ആ മനുഷ്യനിങ്ങനെ ഇന്ന് വൈകുന്നേരം വരുമായിരിക്കുമല്ലോ. അന്നേരം ഞാൻ ആ പുള്ളിയുടെ അടുത്ത് തന്നെ ചോദിച്ചോളാം. എനിക്ക് നല്ല ടീച്ചർമാരൊക്കെ ഉണ്ട് എന്നോട് ഇഷ്ടമുള്ളത്. അവരെ ഞാൻ ഒപ്പിച്ചു കൊടുക്കും. ദൈവമേ,
ഈ കൊച്ചു പറഞ്ഞ കേട്ടോ, ഇതാ ഞാൻ പറഞ്ഞ അമ്മയുടെ അടുത്ത് ചെറിയ വായി വലിയ വർത്താനം. ആ പെൺപിള്ള പഠിപ്പിച്ചു കൊടുക്കുന്ന ഇതെല്ലാം ഞാൻ നോക്കത്തില്ലെന്ന് വല്ലതാണോ പറഞ്ഞത്? എന്റെ പൊന്നമ്മയെ രാവിലെ എണ്ണീക്കത്തില്ല. ഞാൻ 4 മണിക്ക് എണ്ണീറ്റ് വീട്ടിലെ പണിയെല്ലാം തീർത്ത് ഒതുക്കി കഴിഞ്ഞ് ഇവളുടെ സ്കൂൾ ബസ് 7:30 വരും. അതിനിപ്പുറം എല്ലാം ആക്കുമ്പോഴത്തേക്കിന് ഈ കൊച്ചു എണ്ണീച്ച് വരുമ്പോ കാണുന്നത് അവര് ആ പാത്രം എടുത്തു വെക്കുന്നത്. ഇതിന്റെ വിചാരം എന്തുവാ? അവരായി എല്ലാം ചെയ്യുന്നതാണ്. ഞാനായി ഇതിന്റെ കാര്യം മൊത്തം നോക്കുന്നത്. ഈ പണിയെല്ലാം പടി ചെയ്യുമ്പോ എനിക്ക് ഇതിനെ കുളിപ്പിക്കാൻ എങ്ങനെ സമയം കിട്ടൂ? ഈ 2 പണി ചെയ്യുന്നതിനാ എടുത്ത് തല ആ മകുടത്തിന്റെ കൂട്ട് വെച്ചേക്കുന്നത്. എന്തായാലും വൈകുന്നേരം 3 വരുമല്ലോ, അന്നേരം ചോദിച്ചു നോക്കാമ്മ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ